എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. കൂലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ. എന്താ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂലി ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ലോകേഷിൻ്റെ അതിന് മുൻപുള്ള സിനിമ ഏത് എന്നുള്ള ചിന്ത വരും. തീർച്ചയായിട്ടും അങ്ങനെ ചിന്ത വരുമ്പോൾ നമുക്ക് മുന്നിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മലയുണ്ട്, ലിയോ. ബ്ലഡി സ്വീറ്റ് ലിയോ. ഈ ലിയോ സിനിമ അന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ ഒരു പകുതി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. റിവ്യൂവേഴ്സ് ഒക്കെ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. സത്യം. ഫസ്റ്റ് ഹാഫ് ഒക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് വളരെ മോശം എന്നുള്ളത് തന്നെയായിരുന്നു കൂടുതൽ ആൾക്കാരും പറഞ്ഞിരുന്നത്. അതായത് അവരൊക്കെ കണ്ടുപിടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫ് ലോകി, സെക്കൻഡ് ഹാഫ് വിജയ്. അങ്ങനത്തെ ഒരു സാധനമാണ് എല്ലാരും പറഞ്ഞുണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോ ലിയോ വളരെ മികച്ച ഒരു മാസ്റ്റർ ക്ലാസ് സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. മാസ്റ്റർ പീസാണ്. അതെ, ലോകേഷിന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നാണ്. അതെ, അതാണ് വ്യത്യാസം വന്നേക്കുന്നത്. അതായത് കൂലി പ്രതീക്ഷിച്ചതിന്റെ ഒരു കാൽഭാഗം പോലും കിട്ടിയില്ല. നമ്മൾ എന്ത് പ്രതീക്ഷയാണ് നമ്മൾ അങ്ങോട്ട് പോയി, അതിന്റെ ഒരു 10-1 എന്ന് പോലും പറയാൻ പറ്റില്ല. വളരെ, അതായത് വലിച്ചു കീറാൻ പറ്റുന്ന, ഇതൊക്കെ OTT വരുമ്പോൾ കാണാം, അത്രത്തോളം മോശം കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. വിട്ടിട്ട് ഓരോന്ന് ഇങ്ങനെ പുറത്തു വരും സോഷ്യൽ മീഡിയയിലൂടെ. കാരണം ഇതിനകത്ത് നമ്മൾ റിവ്യൂലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്ത് കുറേ സംഭവങ്ങൾ ആൾ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഒന്നിനും ക്ലാരിറ്റി ഇല്ല. ഇതെന്തിനും ഇവിടെ വന്നു, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇവിടെ കാണിക്കുന്നത്, അങ്ങനത്തെ ഒരു സാധനം ഇല്ലാതെയാണ് ഈ സിനിമ മൊത്തം ചെയ്തു വെച്ചത്. പിന്നെ ചിരിപ്പിക്കുന്ന ലെവലിലുള്ള കുറേ സംഭവങ്ങളും അതെ അത്രക്ക് മോശമായിട്ടുള്ള രീതിയിൽ. അതായത് അതിൽ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. സൗബിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന ശ്രുതിഹാസൻ വഴിയിൽ തട്ടുകടയിൽ നിർത്തിയിട്ട് ദോശ അടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ജീവനും കൊണ്ട് ഓടുക അതിൻ്റെ ഇടയ്ക്ക്. ഇതൊക്കെ ഫുൾ കോമഡിയാ. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, പിന്നെ മറ്റേതുണ്ട്, കോക്കി എടറാ കോക്കി കുറേ ഉണ്ട് കേട്ടോ. ഫുള്ള് വൻ ടീമുകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് അമ്മമാര് സാധനമൊക്കെ എടുക്കുന്നത്. ശരിക്ക് കൂലി കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ഈ സിനിമ കയ്യിൽ നിന്ന് പോയി എന്ന് ഉറപ്പിച്ചത് ആദ്യ സീൻ കണ്ടപ്പോഴാണ്. അതായത് സൗബിൻ ഇതിന്റെ മുകളിലേക്ക് കയറി വന്നിട്ട് പറയുന്ന അവിടെ തന്നെ എനിക്ക് എന്തോ ഒരു വശപ്രഷക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം ടൈറ്റിലിങ്ങിന്റെ ഒക്കെ രീതി വന്നപ്പോൾ ഒരു പകുതി പോയി. ഫുള്ളായിട്ട് പോയത് എവിടെയാണെന്നറിയോ? ഇൻട്രോ, രജനീകാന്തിന്റെ ഇൻട്രോ. അതായത് ഇറച്ചിവെട്ടുകാരനായിട്ട് കാണിച്ചില്ലേ, സത്യം എന്തൊരു ഇൻട്രോ ആണ് ചെയ്തു വെച്ചുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ലിയോ സിനിമയിലേക്കുള്ള. ഞാൻ ആ കാര്യം മറന്നുപോയിരുന്നു. എന്താ സീനിലെ ഇറച്ചിവെട്ടുകാരനായിട്ടേ, ഞാൻ ആ കാര്യം വിട്ടുപോയായിരുന്നു. മാസ് ഇതൊക്കെ കൊടുത്തിട്ട് എന്തോ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സീൻ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അവിടെ ബിരിയാണി വെക്കുന്നതിന് ബീഫ് വെട്ടുന്നതോ എന്താണതൊക്കെ? സത്യമായിട്ട് ആ സാധനം കൂടി കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയി. 50 കോടി ആൾക്ക് അത് ലോകേഷിന് കൊടുത്തില്ലേ സംവിധാനം ചെയ്യാൻ, പോയി തന്നെ ഉറപ്പിച്ചു. ആ പൈസ വെട്ടുന്നത് ഇങ്ങനെ തോന്നി. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഈ നമുക്ക് ലിയോന്റെ ഇൻട്രോ നോക്ക്, അതാ പറഞ്ഞത്, എജാതി ഇൻട്രോ ആണ്. അതായത് ടൈറ്റിൽ കാർഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ലിയോ സിനിമയിലാണ് ഈ ഒരു ട്രെൻഡ് വരുന്നത്, ടൈറ്റിലിങ്ങിന്റെ ഈ ടൈറ്റിൽ കാർഡ്, ആ വിജയിന്റെ കണ്ണ് വെച്ചിട്ടുള്ള സാധനം. അതില് ആ സാധനത്തിലേക്ക് കൃത്യമായിട്ട് ചെല്ലാം. ലിയോ സിനിമയിൽ അതായത് 2 കളറാണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. ഒന്ന് ഓറഞ്ച് യെല്ലോ ഒക്കെ കൂടി ആ തീൻ്റെ കളർ, പിന്നെ ഐസ്, അതായത് സ്കൈ ബ്ലൂ. അതായത് ഇതിൻ്റെ മൊത്തം തീമും അതും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. ഇതിൽ ഈ കണ്ണിലേക്ക് പോകുമ്പോൾ ഒരു സമയത്ത് ഈ റെഡ് ഓറഞ്ച് കളറിൻ്റെ രീതിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. ഇപ്പുറത്തേക്ക് പോവും. അപ്പോൾ അത് 3 അക്ഷരങ്ങളാണുള്ളത്, വിജയ്. അപ്പോൾ വി കാണിക്കുന്ന സമയത്ത് ഒരു കളർ, അതിനുശേഷം ബ്ലൂയിലേക്ക് പോവും, മാറി മാറി വരും. എന്നിട്ട് വി ജ എന്ന് കാണിക്കുന്നു, അതിനുശേഷം വീണ്ടും റെഡിലേക്ക് തന്നെ പോകും. അപ്പോൾ ആദ്യം റെഡായിരുന്നു, തീയായിരുന്നു ആള്, അതിനുശേഷം ഇപ്പോൾ കൂളായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്, അതിനുശേഷം വീണ്ടും തീയാവും. ഇത് തന്നെയാണ് ആ സിനിമയുടെ മൊത്തം പരിപാടി. അപ്പോൾ ഈ ടൈറ്റിൽ കാർഡ് വളരെ മികച്ചതായിരുന്നു. അതിനുശേഷം ആ ട്രെൻഡ് ഭയങ്കരമായിട്ട് വന്നു. പിന്നെ കൂലിയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വളരെ മോശം ഒരു ടൈറ്റിൽ കാർഡ്. ഒരു പഞ്ചുണ്ട്, പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്നൊരു പഞ്ചുണ്ടായിരുന്നില്ല. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം പറയാം. അതായത് ലിയോയില് പല പോസ്റ്റേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റേഴ്സൊക്കെ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ ഭീകരമായിരുന്നു. സീനുകളൊക്കെ വരും. ഇതിന്റെ പോസ്റ്റർ കണ്ടു, ഫസ്റ്റ് ഒരു വാച്ച് ഇങ്ങനെ മാലയൊക്കെ ഇട്ടിരുന്നു,
സിനിമ കാണുമ്പോ അത് എന്തിനായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ സീന് അതാ എന്തോ ഒരു, അല്ലെങ്കിൽ ആ വാച്ചിന്റെ എന്തെങ്കിലും വൻ സംഭവം ഇയാൾ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും കാണിക്കണമായിരുന്നു. അതായിരിക്കണം മെയിൻ കണ്ടന്റ്. അതല്ലത്, ഇത് വെറുതെ ഒന്നുമില്ല. ഒരു സമയത്ത് മാത്രം ഇതെല്ലാം കൂടി പിൻ ചെയ്ത് ഒരു വലിയ ടയറാക്കുന്നു. ഇതിലെ ഇൻട്രോ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വിജയുടെ ഈ ക്യാരക്ടറിനെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന രീതി ഉണ്ട്. അതെ, എന്തൊരു ഇമ്പാക്റ്റ് ഉള്ള ഇൻട്രോ സീനാണത്. ആ ഇൻട്രോ കഴിഞ്ഞ ആളെ നമ്മുടെ മുന്നിലേക്ക് തന്നിട്ട് ഒരു സാധാരണ ഒരു ഓർഡിനറി മാൻ എന്നുള്ള ഒരാളല്ലോ, ആള് നടന്നങ്ങ് പോകും. എന്നിട്ട് തിരിഞ്ഞാൽ നോക്കുമ്പോഴാണ് ടൈറ്റിൽ കാർഡ്. അത് മാരക ഗൂസ് ബംപ് ഫീലാ കിട്ടുക. ഇതിനങ്ങനെയല്ല, ഇത് വെറുതെ ആദ്യം ടൈറ്റിൽ കാർഡ് വെറുതെ കിട്ടും 50 വർഷത്തിന്റെ. അത് കഴിഞ്ഞ് ആളുടെ ഇൻട്രോ വരുന്നത്, അതും അവരുടെ കൂട്ടത്തിൽ തന്നെ നിന്ന് അവർക്ക് ബിരിയാണി വെക്കുന്നതിൽ അതിനാണ് ഈ മാസം അതോ കവറൊക്കെ കണ്ടില്ലേ? കള്ളു കുടിക്കുന്നതിന് എതിരെ കള്ളു കുടിക്കണ്ട എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ആ സാധനം പോണത്. ഇയാള് 30 കൊല്ലമായിട്ട് നിർത്തിയൊരു സാധനം, ഇയാള് ആ സാധനം വെച്ചിട്ടാണ് ആ സോങ്ങും എല്ലാം വന്നേക്കണേ. എന്നിട്ട് മൂപ്പര് നടന്നു വരുമ്പോ നമുക്കറിയാം മൂപ്പർക്ക് ഇത്രയും പ്രായമുണ്ട്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ സിനിമയിൽ ഇത്രയും ഭീകരനായിട്ടുള്ള ഒരു കൂലീനെ കാണിക്കുന്ന സമയത്ത് മൂപ്പര് വേച്ച് പോണതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഇതേ പ്രായം അല്ലെങ്കിൽ 1 വയസ്സ് കുറവ് ആ സമയത്താണല്ലോ ജയിലർ ചെയ്തത്. ആ സമയത്ത് അത് നെൽസൺ എങ്ങനെയാണ് അത് യൂസ് ചെയ്തത്? മൂപ്പര പ്രായവും മൂപ്പര ഫൈറ്റും കൊണ്ടല്ല മൂപ്പര മാസാക്കി കാണിച്ചായിരുന്നു. അതിനകത്ത് മൂപ്പരുടെ പിടിപാട് കൊണ്ടും അത് ഫ്രെയിമിലാണ് കാണിക്കുമ്പോ കിട്ടും. അങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ കൊണ്ടാണ് മൂപ്പര് പോലെ മാസമായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തരുന്നത്. ഇവിടെ മാസ് കാണിക്കാൻ വേണ്ടിട്ട് മൂപ്പര് വരണം, വന്നിട്ട് ഇത് ചെയ്യണം, ഇത്രയും വലിയ കൂലിയാണ്. കുറെ സംഭവങ്ങളുണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയാനാണെങ്കിൽ ഈ സിനിമയുടെ. ഈ ലിയോയിലേക്ക് വരുമ്പോഴേ, ഈ ലിയോ സിനിമയുടെ ക്ലൈമാക്സ് അപാരമായിട്ടുള്ളൊരു ഫൈറ്റാ. കുറേ ആൾക്കാര് അവരോട് ഒറ്റക്ക് അവിടെ പോയിട്ട് മുട്ടുന്നതാണ്. അത് വിജയ് ചെയ്തിരിക്കുന്ന രീതി ഉണ്ട്, അതിലുള്ള കുറെ സാധനങ്ങളുണ്ട്. നിനക്ക് ലിയോ വെക്കണം ആ സാധനം ഉണ്ടല്ലോ, ലിയോടാ എന്ന് പറഞ്ഞ സാധനമൊക്കെ എന്നിട്ട് ബാക്കിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ. എന്തൊരു രസമാണ് അതൊക്കെ. അതായത് ആ സാധനമൊന്നും ഇതിൽ വന്നിട്ടേ ഇല്ല. സത്യം. ഇതിന്റെ ഇന്റർവൽ ബ്ലോക്ക്, അതായത് എന്തോ സംഭവമാവുന്നാണ് ലോകേഷ് പറഞ്ഞത്. അതിന് കാരണം ലിയോ സിനിമയുടെ ഇന്റർവൽ ബ്ലോക്ക് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ട സാധനമാണ്. ഈ ഇന്റർവൽ ബ്ലോക്കിന്റെ ഒരു 0.1% അടുത്തേക്ക് ഇതിന്റെ ഇന്റർവൽ ബ്ലോക്ക് ഇല്ല. ഇന്റർവൽ ബ്ലോക്ക് കോമഡി അതില് ഞാനതല്ല ഇത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ റിവ്യൂവിൽ ഫസ്റ്റ് പറയാമെന്ന് വിചാരിച്ച സാധനം അത് തന്നെ. വലിയ മറ്റേ എന്തോ മത്തങ്ങയോ ഒതളങ്ങയോ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സിനിമ എന്ത് ഇന്റർവൽ ബ്ലോക്ക്. എന്നിട്ട് പറയാണ് ഒരു പഞ്ചും കിട്ടുന്നില്ല. അത് സൗബിനെതിരെയാണ് പറയുന്നത്. സൗബിൻ ശ്രുതിഹാസനെ കൊണ്ട് പോകുന്നൊരു സീനിൽ, അതായത് വണ്ടി ഓടിക്കുന്നത് ആ സമയത്ത് ശ്രുതിഹാസൻ, ട്രെയിന്, എന്തിനാണ് ഇതൊക്കെ എന്നുള്ളതാണ്. അതോ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇത് കഥ മൊത്തം പറയേണ്ടി വരും. അജാതി കഥ എന്ന് പറയാൻ പറ്റൂല. അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ ചൊരണ്ടി എടുത്ത് പറയേണ്ടി വരും. അല്ല, ചൊരണ്ടിയതൊക്കെ പോട്ടെ, ഇമ്പാക്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കിട്ടണം. അപ്പോൾ ലിയോ സിനിമയുടെ ഈ ഇന്റർവൽ ബ്ലോക്ക് എന്ന് ആലോചിച്ച് നോക്ക്. ശരിക്ക് വിക്രം സിനിമയുടെ രീതിയിൽ തന്നെയാണ്. അതിൽ മറ്റ് കഥാപാത്രങ്ങൾക്ക് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അത് അറിയുന്നൊരു നിമിഷം, അതാണല്ലോ വിക്രം സിനിമയുടെ ഇന്റർവൽ ബ്ലോക്ക്. ലിയോയുടേതും അത് തന്നെയാണ്. അപ്പോൾ ഈ ലിയോയിൽ ആ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ട് ആ ഫോട്ടോയുടെ ഫ്രെയിമിലേക്ക് ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ നോക്കുന്ന ഇത് കഴിഞ്ഞിട്ട് തെറിക്ക എന്ന് പറയുന്ന സാധനം, അത് ആരെ നോക്കുന്ന അറിയോ? അർജുനാണ്. അർജുൻ്റെ ക്യാരക്ടറിന്റെ വലുപ്പം അവിടെ ഭീകര. അവിടെയാണ് ഈ സാധനം ഇവിടെ പോകുന്നത്. സത്യം. ഇവിടെ നാഗാർജുനനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഉപകാരം ഉണ്ടായില്ല. അത് ഫേസ് വരുന്നത് നാഗാർജുനായിട്ടല്ല, സൗബിനുമായിട്ടാണ് വരുന്നത്. അവിടെ തന്നെ അതിന്റെ പഞ്ച് ഇത്ര ശതമാനം പോയി. പിന്നെ അത് മാത്രമല്ല, നമ്മള് ആ സിനിമയിലൊക്കെ ഈ പഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ. ആ ഒരു പഞ്ച്, ഇപ്പൊ ഒരു പഞ്ച് കാണിക്കാനുണ്ട് ആളുടെ മാസ സാധനം, അതിനു വേണ്ടിയിട്ട് ആ ഒരു ഏരിയയും അല്ലെങ്കിൽ അതിനുള്ള ആ സെറ്റ് മൊത്തം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ഡീറ്റെയിൽ ഓരോന്നോരോന്നിന് കൊണ്ടുവരും. എന്നിട്ടാണ് ഈ മാസ സാധനം കാണിക്കുക. അത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഇതിനകത്ത് അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഉദാഹരണം പറയാം, ലിയോയിലേക്ക് കിടക്കാം. ലിയോയില്
സുബ്രഹ്മണ്യെ പിടിക്കുന്നത്. അതായത് ആളുടെ ഇൻട്രോ സീനിൽ ആളീ ഹൈനനെ പിടിക്കുന്നതാണ്. ശേഷം അതിനെ വളർത്തുന്നു. മനുഷ്യനായിട്ട് ഒരു ഇണങ്ങാത്തൊരു സാധനമാണ് ഈ സാധനം. എന്നിട്ട് അതിന് പേരിട്ട് ഇണക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിമിഷത്തിൽ ഒരു മോരക എൻട്രിയാണ് സുബ്രഹ്മണ്യക്കുള്ളത്. സംഭവം ശരിയാണ്. നമ്മൾ ജയിലറിൽ ഈ സാധനം കണ്ടതാണ്. ഇത് ശിവരാജകുമാറിൻ്റെയും ലാലേട്ടൻ്റെയും എൻട്രി ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോൾ അത് മാറ്റുണ്ട്. ഇതൊരു മൃഗമാണ്. അതെ. ആ സാധനത്തിന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഉപേന്ദ്രനെ വെച്ചിട്ടാണ്. ഉപേന്ദ്ര ഒരു റൂമിനുള്ളിൽ എപ്പോഴും ഇങ്ങനെ എന്തോ ആളതിനുള്ളിൽ തട്ടിപ്പോയിണ്ടോന്ന് പോലും അറിയില്ല. അങ്ങനത്തെ രീതിയിൽ അടച്ചുപൂട്ടിയുടെ കിടക്കുക. ഫസ്റ്റ് സ്റ്റുഡൻസ് കോളേജ് സ്റ്റുഡൻസ് വരുന്നുണ്ട് റൂം എടുക്കാൻ. അപ്പൊ പറയുന്നുണ്ട് ആ റൂം കൊട്ടരുത്, ആളെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അയാള് 30 കൊല്ലമായിട്ട് അയാളവിടെ കിടക്കാന്ന് അത് മനസ്സിലാവും. അതോ അല്ലെങ്കിൽ ഭയങ്കര ഒരു അല്ല, ഇവര് ഒളിച്ചു താമസിക്കുന്ന എന്തിനാ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവരതിന് എന്തോ വലിയ ക്രിമിനൽസ് ആവണം. അല്ലെങ്കിൽ പോട്ടെ, ആ സാമ്രാജ്യം, അതായത് അന്ന് അതിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു. ഇപ്പം അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ വീണ്ടും വന്നിട്ട് ഇവരെയൊക്കെ ഇല്ലാതാക്കുമെന്നുള്ള ലെവൽ ഉണ്ടെങ്കിൽ ഓക്കെ. അതല്ല, അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സിനിമ പരാജയം. അതെ, ഒന്നിനും ഇങ്ങനത്തെ ഒരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ അമീർ ഖാൻ എന്തിനു വന്നു? അതെ, അമീർ ഖാൻ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊണ്ടിരുന്നു. ഇതങ്ങനെ ഓരോ സീനുകളും അങ്ങനെ. ഇപ്പൊ ഉപേന്ദ്രന്റെ ആവശ്യം പോലും അവിടെ ഇല്ല. എന്തിനു ഉപേന്ദ്രനെ കൊണ്ടുവന്നു? വെറുതെ ഒരു ഫൈറ്റ് സീനിന് വേണ്ടി മാത്രം, അതോ വീഡിയോ എത്തിക്കാൻ? ഇതിലേ ആ ഫൈറ്റ് സീനില്ലേ, അതായത് രജനീകാന്ത് ചെയ്യുന്ന ഫൈറ്റ് സീനില്ലേ, വളരെ മോശം ഫൈറ്റ് സീനാണ്. അത് രജനീകാന്തിന് ഇതില് ഫൈറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. പിന്നെ സ്ക്രീൻ പ്രസൻസ് ഇല്ല. ഒരു ഓറ ഫീൽ ചെയ്യില്ലേ, ആ സാധനം ഒരു ഗത്തില്ല. എന്നാൽ വിജയ് ലിയോയില് അതായത് അതിൽ ആളെ അവശനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്ക് ലിയോയില് ഏജ് ആയിട്ടുള്ള വേറെ രീതിയിലുള്ള ഒരു അഭിനയം തന്നെ. പാർത്ഥിവൻ എന്ന ക്യാരക്ടറിന് ഒരു പ്രത്യേക സാധനം കൊടുത്തിട്ടുണ്ട്. ലിയോ ആണ് യങ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ പാർത്ഥിവന് ഇത് കൊടുത്തിട്ട് പോലും അതായത് കിതക്കുന്നുണ്ട് ആള്. തണുത്ത ഏരിയ ആണ്. ഈ ഐലൻഡിന്റെ പിറകൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു തളർച്ചയും ഐസ് കൂടിയാണ്. ആ തളർച്ചയും കിതപ്പും ഏജ് ആയതിൻ്റെയും പിന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് കുറച്ച് കാലമായിട്ട് വിട്ടു നിന്നതിൻ്റെയും എല്ലാം കാണിച്ചുകൊണ്ടാണ് ആ ക്യാരക്ടർ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു മാസ് ഫീൽ ഉണ്ട്. ഇവിടെ അതില്ല. ഇവിടെ അവശത മാത്രമേ ഉള്ളൂ. ഇവിടെ ഏത് സമയത്ത് കുറച്ചെങ്കിലും മാസ് തോന്നിയിട്ടുള്ളത്? ഇതിലെ ഫൈറ്റില്ലേ, ആ മൊത്തം കുറച്ച് നേരം നിന്ന് അടിക്കുന്നുണ്ടല്ലോ ഈ ഹോസ്റ്റലിൽ. ആ സമയത്ത് ഈ ഉപേന്ദ്രൻ്റെത് കുറച്ച് രസമുണ്ട്. ആ കോക്കിയെടുത്തതിന് ശേഷം ഒരു മാസം ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ ആലോചിച്ച് നോക്കണം, അതായത് ലിയോ സിനിമയുടെ ഒരു ചേസിങ് സീൻ ഉണ്ടല്ലോ, അത് വളരെ മോശം എന്നുള്ള രീതിയിലായിരുന്നു ഓരോരുത്തർ വിലയിരുത്തുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞത് ആ സീനൊക്കെ എന്തൊരു ഇമ്പാക്റ്റാ. സത്യം, നമുക്ക് തിയേറ്ററിൽ എന്തോ ഒരു ഫീലാ കിട്ടിയിരുന്നത്. ഒരു മറ്റേ സഞ്ജയത്തിനെ പിടിക്കാൻ പോകുന്ന മറ്റേ ഫോളോ ചെയ്യുന്ന ബൈക്കിലുള്ള ആ സാധനം കിട്ടിലും സാധനമായിരുന്നു. അത് വളരെ നെഗറ്റീവായിട്ടാണ് ഓരോരുത്തർ പലതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റിവ്യൂ അവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ ലിയോന്റെ, നമ്മൾ മാറ്റി പറയട്ടൊന്നുമില്ല. അപ്പോൾ ഈ സാധനം ഒരു വേറെ ലെവൽ ഇമ്പാക്റ്റ് ഓരോ നിമിഷത്തിൽ ഓരോ സീനുകൾ നോക്കിക്കഴിഞ്ഞാലും ലിയോയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് കോഫി, അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താ ഇവിടെ? ഇനി അങ്ങനത്തെ ഒരു സാധനം തന്നെ ഈ സിനിമയിൽ ഇല്ലല്ലോ. ഇല്ലേ, ഒന്നുമില്ല. അതായത് ഇവർ കരുതുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കുന്നു, കൂലിയാണ് എല്ലാം ഓക്കെ, കൂലിയാണ് കാണിക്കുന്നത്. ഇവര് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, ആരോ പിടിച്ചോണ്ട് വരുന്നത്, ആരോ തൂക്കി ഇങ്ങനെ കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ കണ്ട ആൾക്കാർ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ലോകേഷിനും രജനീകാന്തിനും അറിയായിരിക്കും ചിലപ്പോ. അവര് അഭിനയിച്ചതുകൊണ്ട് ഇന്ന പോലെയാണ് ഇതിന്റെ കഥ വരുന്നതെന്ന് അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇത് കാണുന്ന മനുഷ്യന്മാർക്കും കൂടി മനസ്സിലാവണ്ടേ, ഇത് ഇന്ന സാധനമാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഇന്നത് കാരണം കൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവരൊക്കെ ഒളിച്ച് താമസിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞു. എന്തൊരു കാര്യം. പിന്നെ അത് പോട്ടെ, കുറേ കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഇപ്പോൾ അതിലെ മകള് ആരാണെന്നുള്ളത് കണ്ടെത്താൻ ആൾക്ക് വളരെ അതായത് അവരുടെ ഏജ് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എപ്പോഴാണോ താൻ ആ ആളെ, അതായത് ശ്രുതിഹാസൻ്റെ അമ്മനെ എപ്പോഴാണോ ഇട്ടിട്ട് പോയത്, ആ സമയം ആ പ്രായം മൊത്തത്തിലെടുത്ത് നോക്കിയാൽ മതി. ശ്രുതിഹാസൻ്റെ പ്രായം നോക്കിയാൽ മതി. അതുമല്ല, എന്നിട്ട് 3 മക്കളോട് നിങ്ങൾ 3 പേരും രാജശേഖരന്റെ മക്കള് തന്നെയല്ലേ? അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ ഊളത്തരാണെന്നറിയോ കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കമ്പാരിസൺ നടത്തുന്നല്ല കേട്ടോ ഇത്. ഈ ലിയോയുടെ ഏകദേശം ഒരു ധാരണകളുള്ള സാധനങ്ങൾ പറഞ്ഞു നമ്മള്. പക്ഷെ എന്നാൽ കമ്പയർ ചെയ്യുന്നതാണ്. അതെ, ശരിക്കും ഞങ്ങളുടെ ലോകി ഇങ്ങനെയല്ല.
അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഉദ്ദേശിച്ച ലോകി ഇങ്ങനെയല്ല. അതായത് ഇപ്പോൾ ലിയോ സിനിമയിലെ ഭീകരമായിട്ടുള്ള ഓരോ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ആള് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നീ ലിയോ പാക്കണം എന്ന് പറഞ്ഞിട്ട് ലിയോ കാണടാ എന്ന് പറയുന്ന സമയത്ത് കണ്ടപ്പോൾ തീർന്നവര് അതാണ് ലിയോനെ കാണണം എന്ന് ചോദിച്ചു, കാണിച്ചു കൊടുത്തു, അതോടെ അവൻ്റെ അവസാന. ഇനി നമ്മുടെ സഞ്ജീവത്തിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, അതായത് പാർത്ഥിവനായിരുന്നെങ്കിൽ നമ്മൾ ഇത്ര ആൾക്കാർ മതിയാവും, പക്ഷെ ലിയോ ആണെങ്കിൽ ഇത് പോരാന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യും, എന്ത് അതിനുള്ള ആൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ ആരാണെന്ന് തെരിഞ്ചും എൻകിട്ട് മോദിർക്കെ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ് ആള്, നമുക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താണെന്നറിയോ, ഇത് രജനീകാന്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡയലോഗുകൾ കാണുന്ന പ്രേക്ഷകനെ ഇത് കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളൊന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. എന്തായാലും ലിയോ ഇപ്പൊ ഒരു മാസ്റ്റർ പീസ് ഐറ്റാണ്, അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട്. സത്യം. നമുക്കിങ്ങനെ ആ സമയത്ത് അന്ന് നമ്മളിത് ഫുൾ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞപ്പം വിജയ് ഫാൻ ആണ് അമ്മാരി രീതിയിലായിരുന്നു ഫുള്ള്. എന്താണെങ്കിലും അതങ്ങ് മാറിയല്ലോ, എല്ലാവർക്കും ഇപ്പം സിനിമ ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. അപ്പൊ എന്തായാലും പോവല്ലേ. അല്ലേ, ഈ വിജയിന്റെ കാര്യത്തിൽ എപ്പോഴും എനിക്ക് പറയാനുള്ള ഇതാണ്, ഞാൻ ഇതേ രീതിയിലുള്ള ചിന്താഗതിക്കാരനായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അർഹത ഉണ്ട്. അതായത് വിജയ് എന്താണ്, വിജയ് ആരാണ്, അതിന് നടനാണോ, ഒരു അഭിനയക്കാരൻ എന്നൊരു നടനാണോ വിജയ് എന്ന് ചോദിച്ച് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. ഈ ആളാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് വിജയിൻ്റെ പല സംഭവങ്ങളും നമുക്ക് വളരെ സിമ്പിളാണ് തോന്നും, അത് എടുത്തു പോയിട്ട് അത് റീമേക്ക് ചെയ്തവരുടെ എടുത്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും വിജയ് ചെയ്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അതാണ്. ഇനി തിരിച്ചും കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ വിജയ് റീമേക്ക് ചെയ്തിട്ടുണ്ട്. കുറേ കാലം മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു, റീമേക്ക് സ്റ്റാർ അല്ലടേ പുച്ഛിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വിജയ് റീമേക്ക് ചെയ്ത സാധനങ്ങൾ ആള് അത് വളരെ മികച്ചതാക്കിയിട്ടുള്ളൂ, മറ്റവരെക്കാട്ടിലും അടിപൊളിയായിരിക്കും വിജയ്. എനിക്ക് തോന്നുന്നു 3 Idiots മാത്രമാണ് ആ ലെവലിലേക്ക് എത്താത്തത്. 3 Idiots പിന്നെ അവരായതുകൊണ്ട് ആമിർ ഖാനാണല്ലോ, അതെ, ബാക്കിയുള്ള എല്ലാം ആള് മികച്ചതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. വിജയ് ചെയ്യുന്നത് ചിലർക്കൊക്കെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം, പക്ഷെ അത് നിസ്സാര കാര്യമല്ല, അത്രേ ഉള്ളൂ, കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. അപ്പം എന്താണെങ്കിലും കൂലി കണ്ടവരൊക്കെ അഭിപ്രായങ്ങൾ പറ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.